കുറേയധികം നാളുകളായി കാത്തിരിക്കുന്നത് തന്നെയാണ് മലയാളം ബിഗ് ബോസ്. മാർച്ചിൽ തന്നെ ടീസറൊക്കെ പുറത്തുവിട്ട് ഏപ്രിൽ മെയ്യോടെ തന്നെ ആരംഭിക്കേണ്ടിയിരുന്ന ബിഗ് ബോസ് ഇതുവരെ ഒരനക്കവുമില്ല എന്ന് വേണം പറയാൻ. ബിഗ് ബോസ് സീസണിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാ സീസണുകളും തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെ മലയാളം സീസൺ മാത്രമാണ് തുടങ്ങാതെ നിശ്ചലമായി പോയിരിക്കുന്നത്. തുടങ്ങുന്നത് മാത്രമല്ല, ഒരു ടീസറോ ട്രെയിലറോ പോലും ഇവർ പുറത്തുവിട്ടിട്ടില്ല. ഈ വർഷം ബിഗ് ബോസ് ഇല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. യുദ്ധം കൊണ്ട് ബിഗ് ബോസ് നിർത്തിവെച്ചോ എന്നും ചോദിക്കുന്നവരുണ്ട്. കാരണം ഇപ്പോൾ യുദ്ധം കാരണം ക്രിക്കറ്റ് ഉൾപ്പെടെ നിർത്തിവെക്കുന്ന സാഹചര്യത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം സ്തംഭനമായി പോയിട്ടുണ്ടായിരുന്നു. ട്രേഡ് മാർക്കറ്റ് വരെ നിലച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ അതിൽ നിന്നൊക്കെ കരകയറി വരുന്നതേ ഉള്ളൂ. അവർ നന്നായി ഫൈറ്റ് ചെയ്തുവെങ്കിലും ഇന്ത്യക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട് വരുന്നത് കൊണ്ട് തന്നെ ഒരു വശത്ത് അങ്ങനെ രാജ്യം സങ്കടത്തിലാകുമ്പോൾ സന്തോഷിക്കാനോ ആഘോഷത്തിനോ ഒന്നും വകുപ്പില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ അങ്ങനെ ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട്. മറ്റുള്ള സീസണൊക്കെ തന്നെ നേരത്തെ തുടങ്ങും എന്നുള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് മലയാളത്തിന് ഇപ്പോൾ ഇത്രയും ലാഗ് വന്നത്. മറ്റുള്ള സീസണൊക്കെ തന്നെയും തകർത്തിയായി തന്നെ മുന്നോട്ട് പോവുകയുണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വൽസൊക്കെ സോഷ്യൽ മീഡിയയിലും വൈറലായിട്ടുണ്ടായിരുന്നു. അത് പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ വർഷം ബിഗ് ബോസ് സീസൺ ഉണ്ടാകില്ലേ എന്നെല്ലാവരും ചോദിക്കുന്നത്. ഒരു ടീസറോ ട്രെയിലറോ പോലും പുറത്തു വിട്ടിട്ടില്ല എന്നെല്ലാവരും പറയുന്നുണ്ട്. അത്രമാത്രമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കുന്നതെന്നും പറയാം. മാർച്ചോ മെയ്യോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ പിന്നാലെ തന്നെ ആയിരിക്കും. എന്നാൽ ഇത്തവണ ബിഗ് ബോസിൻ്റെ ഒരു വാർത്ത പോലും പുറത്തു വന്നിട്ടില്ല. ബിഗ് ബോസ് തുടങ്ങുമോ, ആരായിരിക്കും അവതാരകൻ, ആരൊക്കെ കണ്ടസ്റ്റൻറ്റുകൾ ഉണ്ടായിരിക്കും എന്ന് പോലും എവിടെയും വാർത്ത കണ്ടില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് നിർത്തി എന്നാണ് പല പ്രേക്ഷകരും വിശ്വസിക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കുകയാണ് എല്ലാവരും. ബിഗ് ബോസിൻ്റെ ഒരു ചെറിയ ടീസറെങ്കിലും പുറത്തു വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷകളൊക്കെ തന്നെയും വാനിൽ പകർത്തി തന്നെ ഇവരെന്ത് ചെയ്യുമെന്ന് അറിയില്ല. ബിഗ് ബോസ് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ബിഗ് ബോസ് നല്ല മാർക്കറ്റോടെ തന്നെ ഓടിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമായിരുന്നു. മോഹൻലാൽ അവതാരകനെ എത്തുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിനോട് ഇത്രയും പ്രേക്ഷകർ കൂറ് കാണിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമെല്ലാം. അതുമാത്രമല്ല, മോഹൻലാലിനെ ഒന്ന് കാണാൻ തന്നെ സാധിക്കുന്നു. മോഹൻലാലിൻ്റെ മറ്റൊരു മുഖമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് മറ്റൊരു സന്തോഷം. സാധാരണ നമ്മൾ സിനിമയിൽ കാണുന്നത് പോലൊരു മോഹൻലാൽ അല്ല ബിഗ് ബോസിൽ എത്താറുള്ളത്. വഴക്ക് പറഞ്ഞും ശകാരിച്ചും ഒരു സഹോദരൻ്റെയും അച്ഛൻ്റെയും ഒക്കെ സ്ഥാനത്ത് നിന്ന് നമുക്ക് മോഹൻലാലിനെ ഈ ഒരു ഷോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരുടെ ഗ്രാൻഡ് ഫിനാലെ ഉൾപ്പെടെ എല്ലാം മോഹൻലാൽ തന്നെയാണ് ഏറ്റെടുക്കാറുള്ളത്. പണ്ട് മുതലേ അത് മോഹൻലാൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പല ഭാഷകളിൽ പലരും ചെയ്ത് പകുതിക്ക് ഇട്ട് പോയിട്ടുണ്ടെങ്കിലും മോഹൻലാൽ അങ്ങനെ ചെയ്തില്ല. മോഹൻലാൽ ഇത് പൂർത്തീകരിക്കാൻ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ബിഗ് ബോസിന് എന്ത് പറ്റിയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ബിഗ് ബോസ് തുടങ്ങാത്തതെന്തെന്നും നിരവധി പേർ ചോദിക്കുന്നു. കണ്ടസ്റ്റൻറ്റുകൾ ആരൊക്കെ എന്നുള്ള സംശയം പോലും ഇതുവരെ തുടങ്ങിയിട്ടോ ചർച്ച ചെയ്തിട്ടോ ഇല്ല. അതൊക്കെ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ബിഗ് ബോസ് ഇല്ലേ എന്നുള്ള സംശയം എല്ലാവരുടെ ഇടയിലും നിലയടിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.